പാകിസ്ഥാനോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ്. ഇന്ത്യ പലവട്ടം പറഞ്ഞതാണ്, കാണിച്ചു കൊടുത്തതാണ്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല സൗഹൃദത്തോടെ നല്ല അയൽരാജ്യങ്ങളായി, സഹോദര രാജ്യങ്ങളായി മുന്നോട്ട് പോകാം. അതിന് കാരണമുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഈ രണ്ട് പ്രദേശങ്ങളും ഒരു കാലത്ത് ഒന്നായി നിന്നിരുന്ന ഒരു ഭാഗമാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്തുണ്ടായ ചില പടലപ്പിണക്കങ്ങൾ, ചില പിണക്കങ്ങൾ കൊണ്ട് രണ്ടായി പോയ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് പോകുന്നതാണ് നല്ലത് എന്ന് ഇന്ത്യ പലതവണ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ തന്നെ അങ്ങോട്ട് ചെന്നിട്ടാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറുന്ന സമയത്ത് സമീപത്തുള്ള അയൽ രാജ്യങ്ങളെയൊക്കെ പ്രതിനിധികളൊക്കെ വിളിച്ച് വരുത്തുമ്പോൾ അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. ഞാനത് ഒരു രാഷ്ട്രീയം കലർത്തി പറയുന്നതല്ല. ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ചുമതല ഏൽക്കുന്ന സമയത്ത് അയൽ രാജ്യങ്ങളോടുള്ള നല്ല ബന്ധം സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് തന്നെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴി പെട്ടെന്ന് ഒരു മുൻ തീരുമാനമില്ലാതെ നേരെ പാകിസ്ഥാനിൽ ഇറങ്ങിയത് നമുക്കറിയാം. നവാസ് ഷെരീഫിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ ജന്മദിനമായിരുന്നു അന്ന്. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സർപ്രൈസ് വിസിറ്റ് അവിടെ നടത്തി. അന്നും പാകിസ്ഥാനെ ഇന്ത്യയോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. കാരണം അവർ കുൽസിത പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. ഇന്ത്യയെ തച്ചു തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സർക്കാരും ആർമിയുമാണ്. ഇത് രണ്ടും നേരെ ചൊവ്വയല്ല പോകുന്നത്. ആർമിക്ക് അമിത അധികാരമാണ് അവിടെ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് പോലെ അല്ല പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായി നേരെ യോജിച്ചു പോകണം എന്ന് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചാലും ആർമി സമ്മതിക്കില്ല. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഇത്രത്തോളം വഷളായി നിൽക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ഏതായാലും പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇന്ത്യ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് അന്ന് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇറങ്ങിയത്. ഇന്ത്യ മറ്റ് അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം തുടരണമെന്നും ഒരു സമാധാനപരമായി സൗഹൃദ ബന്ധത്തിലൂടെ തന്നെ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ സന്ദർശനം നടത്തിയത്. ഇവിടെ പല രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചെങ്കിലും പലതും പറഞ്ഞെങ്കിലും അതിന്റെ ഉദ്ദേശം ഇതാണ്. പക്ഷെ പാകിസ്ഥാൻ മാത്രം അത് മനസ്സിലായില്ല. മനസ്സിലാകാത്തതല്ല. പാകിസ്ഥാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പട്ടാളം അനുവദിക്കണമെന്നില്ല. ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാമെന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ പട്ടാളം നേരെ കാശ്മീരിൽ കയറി അടുത്ത അടി തുടങ്ങും. അതല്ലെങ്കിൽ കുറെ തീവ്രവാദികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവരെ ഇറക്കി വിട്ട് ഇന്ത്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഏതായാലും കാര്യങ്ങൾ തന്നെ പോകുന്ന വഴിക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കാശ്മീര് അതിക്രമം ഉണ്ടാകുന്നത്, ആ ഭീകര പ്രവർത്തനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നുണ്ടായ കഥകളൊക്കെ നമുക്കറിയാം. ഇന്ത്യ നല്ല ഒരു തിരിച്ചടി കൊടുത്തു, ശക്തമായ തിരിച്ചടി. ഇങ്ങോട്ട് കയറിയ ആൾക്കാരുടെ ഒക്കെ കൂടും കുടുക്കയും എല്ലാം പൊട്ടിച്ചു. അതിനുശേഷം മര്യാദയ്ക്ക് മിണ്ടാതിരുന്നപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഇരയിളക്കം. അത് പാകിസ്ഥാനുമായി നല്ല നിലയ്ക്ക് പോകാം എന്ന് ഭാരത സർക്കാർ കരുതിയെങ്കിലും പാകിസ്ഥാൻ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം മാറ്റുന്ന സ്വഭാവം ഇല്ലല്ലോ. അതുകൊണ്ടാണ് കയറി കാശ്മീരിൽ ഇമാതിരി ഒരു ചൊറിഞ്ഞത്. ഏതായാലും 10-14 ദിവസം മിണ്ടാതിരുന്നപ്പോ ഇയാള് പേടിച്ച് പിന്മാറിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് കയറി ഒന്ന് കൊരുത്ത് കളയാം എന്ന നിലയിൽ ഞങ്ങളിതേ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന് ഒരു വർത്തമാനമായി പിന്നെ പാകിസ്ഥാൻ. അപ്പൊ എന്താക്കി, ഈ പാകിസ്ഥാൻ പൊട്ടിക്കുന്ന സ്ഥലം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്താലല്ലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഒരു കാലത്തും എടുക്കണ്ട എന്ന് ഇന്ത്യയും അങ്ങ് തീരുമാനിച്ചു. സ്വസ്ഥം. അവിടെയുള്ള സിവിലിയൻസിനെ ആരും ഒന്നും ചെയ്തില്ല, ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത പോലെ മിണ്ടാതിരുന്നു. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചത്, സിന്ധു നദീജല കരാറുണ്ട്, പണ്ടത്തെ കരാർ, ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കരാർ. അത് ഇന്ത്യ ഏകപക്ഷീയമായിട്ട് അതങ്ങ് റദ്ദ് ചെയ്തു. അതോടുകൂടി പാകിസ്ഥാൻ അടഞ്ഞുപെടാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നു. ആ കത്തിൽ പറഞ്ഞേക്കുന്നത്, നമുക്ക് സമാധാനപൂർവ്വം പോകാം, ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് പാകിസ്ഥാൻ പരിഗണിക്കാം, നമുക്ക് ചർച്ച നടത്തിയൊക്കെ പരിഹരിക്കാം എന്നൊക്കെ. മര്യാദയുടെ ഭാഷ പാകിസ്ഥാൻ അറിയാം. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, ഞാൻ കയറി അങ്ങ് ഞൊട്ടും, ഞാനങ്ങ് ചെയ്യും, മര്യാദക്ക് നിന്നോ എന്ന് പറയുന്ന ഭാഷ മാറിയിട്ട് ഒരു കത്തയച്ചേക്കാം. പക്ഷെ അങ്ങനെ കത്തയച്ചാൽ ഈ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രതിനിധിയോ ആ പറഞ്ഞ ആശയത്തിന് അതേപോലെ ഒരു മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ കൊടുത്തയച്ച കത്തിന് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മറുപടി ആയിക്കോട്ടെ, നമുക്ക് കൈകാര്യം ചെയ്യാം, നദീജല കരാറുകൾ നമുക്ക് പുനഃപരിശോധിക്കാം എന്ന രീതിയിൽ
ഒരു മറുപടി കൊടുക്കുമെന്ന് ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന് സാധ്യതയില്ല. കാരണം ചില അധ്യായങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അടച്ചതാണ് എന്ന് നമ്മുടെ സർക്കാരും ആർമിയും ഒക്കെ വളരെ വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. ഇനിയും കൈയും കെട്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇനി പ്രവർത്തിച്ചേ മതിയാവും. കാരണം നേരത്തെ മര്യാദയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പോകാം എന്ന് വളരെ വ്യക്തമായി പ്രധാനമന്ത്രിക്കും മറ്റൊരു നവാസ് ഷെരീഫിനും മറ്റുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ സർക്കാരും ഒക്കെ വളരെ കൃത്യമായി ഒരു മുന്നറിയിപ്പും ഒരു പരിഗണനയും ഒക്കെ കൊടുത്താണ്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ കയറി നിരന്തരം അതിനുശേഷം പല തവണ ചൊറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി കീഴ്മേൽ നോക്കുന്ന ഒരു പ്രശ്നമില്ല. ഈ നദീജല കരാർ അത് റദ്ദ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുമെന്ന് കരുതുകയും വേണ്ട. സത്യത്തിൽ ഈ പാകിസ്ഥാൻ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരമാണ്. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനാകട്ടെ ആഭ്യന്തര വിഷയങ്ങളിൽ പൊറുതിമുട്ടി അടിക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യവും. ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെന്നെങ്കിൽ അതിനോടൊപ്പം വളർന്നു പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ അത് ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല, പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെ അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് കാശ്മീരാണ്. കാശ്മീരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനു മുമ്പുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാശ്മീർ രാജാവ് 1947 ഇന്ത്യയിൽ ലയിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഇന്ത്യയിലാണ് ലയിച്ചിരുന്നത്. അതിനിടയിൽ യുദ്ധത്തിൽ കുറച്ച് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം എന്നേക്കുമായി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സൊല്യൂഷനാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. ഇന്ത്യയിൽ നിന്ന് ബലമായി പിടിച്ചെടുത്ത് പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന 1947 ആ ഒരു അവസ്ഥയിലുള്ള സ്ഥിതിയിൽ പിടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യക്ക് തിരിച്ചു തരിക, നിരുപാധികം തിരിച്ചു തരിക. അതാണ് പാകിസ്ഥാൻ നല്ലത്. കാര്യം അങ്ങനെ ആവുമ്പോൾ ഇന്ത്യ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തൊന്നും വേണ്ട. ഒരു നല്ല നിലയ്ക്ക് കാര്യങ്ങൾ പോകാൻ വേണ്ടി പാകിസ്ഥാൻ തന്നെ ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞത് പാകിസ്ഥാൻ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. ഇനി അഥവാ പാകിസ്ഥാൻ സർക്കാർ അത് ചെയ്യാൻ ശ്രമിച്ചാലും പാകിസ്ഥാൻ പട്ടാളം അത് ചെയ്യാൻ അനുവദിച്ചോളുന്നില്ല. അവിടെ ഇന്ത്യ ബലമായി ആ കാശ്മീരിനെ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അവിടെ കുറച്ച് തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികളെ അപ്പാടെ ഇന്ത്യയുടെ ഭാഗമാക്കേണ്ടി വരും. അവരെ ഒഴിവാക്കി ഇന്ത്യയുടെ ഭാഗമാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ഈ കാശ്മീരിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും, ശബ്ദിച്ചുകൊണ്ടിരിക്കും, വെറുതെ ആവശ്യമില്ലാത്ത ചൊറിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും, ഇന്ത്യ അടിച്ചുകൊണ്ടുമിരിക്കും. അപ്പോൾ ശാശ്വതമായ ഒരു വെടിനിർത്തലോ അതല്ലെങ്കിൽ ഒരു സമാധാന ഒരു പ്രവൃത്തിയോ അവിടെ നടക്കുന്നില്ല. വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ പാകിസ്ഥാനാണ് തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അനധികൃതമായി പിടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഞങ്ങൾക്ക് ആവശ്യമില്ല, നല്ല അയൽരാജ്യങ്ങളായി തുടരാൻ വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. അതോടുകൂടി എന്നേക്കുമായി ആ പ്രശ്നം അവസാനിക്കുമെങ്കിൽ അത് അവസാനിക്കട്ടെ എന്ന് പാകിസ്ഥാൻ നിരുപാധികമായി തീരുമാനിച്ചാൽ മാത്രമേ ഇനി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇവിടെ സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്ന ആ കത്ത് കേട്ടിട്ട് ദയ തോന്നി അങ്ങ് അലിഞ്ഞ് ഇല്ലാതാവുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന് സാധ്യത തീരെയില്ല. കാശ്മീർ ഇന്ത്യയിൽ എന്ന് പൂർണ്ണമായും ലയിച്ച് ചേരുന്നുവോ അതുവരെ ഈ പ്രശ്നം നിലനിൽക്കും. അതുകൊണ്ട് പാകിസ്ഥാന് നല്ലത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ മണ്ണ് കൊടുക്കണമെന്നല്ല, പാകിസ്ഥാൻ കൈയടക്കി വെച്ചിട്ടുള്ള ഇന്ത്യയുടെ മണ്ണ് തിരിച്ചേൽപ്പിച്ച് ഇന്ത്യയുമായി നല്ല ബന്ധം തുടരുന്നതാണ് നല്ലത്. Different angles. Don't forget to subscribe and support this channel.